അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ഇന്ന് നമ്മുടെ ഈ ചാനലിലെ ഒരു പുതിയ എപ്പിസോഡ് നമ്മൾ തുടങ്ങുകയാണ്. അത് നമ്മൾ കഴിഞ്ഞ 25ഓളം വീഡിയോകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് ഖാൻ കരിക്കോട് സാറിന്റെ കുട്ടികളുടെ മനസ്സറിയാമെന്നുള്ള ആ എപ്പിസോഡാണ്. അൽഹംദുലില്ലാഹ് വളരെ സന്തോഷകരമായിട്ട് പലരും കണ്ടിട്ട് ആ സന്തോഷം പങ്കിടുന്നുണ്ട്. ആ 25 വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. അതോടൊപ്പം ഇന്ന് ഞങ്ങൾ തുടങ്ങുന്ന ഒരു പുതിയതാണ്. അതായത് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കരുതൽ നമ്മുടെ മനസ്സിൽ വേണം, അതിനെപ്പറ്റി ചോദിച്ച് സാറിൽ നിന്ന് നമ്മൾക്ക് ആ അറിവ് പങ്കുവെക്കുകയും അത് സമൂഹത്തിന് ഉപകരിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിക്കുകയുമാണ് നമ്മുടെ ഈ ക്ലാസിന്റെ ഉദ്ദേശം, ഈ ഒരുമിച്ച് കൂടലിന്റെ ലക്ഷ്യം. അപ്പൊ അതിനകത്ത് സാറിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. പ്രത്യേകിച്ച് നിസാരമല്ല നിക്കാഹ്, അതായത് വിവേകത്തോടെ വിവാഹത്തിലേക്ക് കടക്കേണ്ട ഒരു ആണ്. അതായത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കളിയല്ല കല്യാണം. ആ കല്യാണം എന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. അവിടെ പോകും, അതിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഒരുപാട് തയ്യാറെടുപ്പ് നമ്മുടെ മനസ്സിൽ വേണം. അത് മിക്ക വിവാഹങ്ങളും ഇന്ന് പല മഹല്ലുകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാൻ പറ്റുന്നു. വിവാഹം നടക്കുന്നു, തൊട്ടടുത്ത ദിവസങ്ങളിൽ പോലും വിവാഹ ബന്ധം വേർപെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പൊ ഇതിൽ നിന്നും ഒരു മോചനം നമ്മുടെ സമൂഹത്തിന് ഉണ്ടാവാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് സാറിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. അൽഹംദുലില്ലാഹ് സാറേ, നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം ഒരു മുൻകരുതൽ വേണം, സാർ അതൊന്ന് ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ച് തന്നാൽ ഉപകാരപ്പെടും. അപ്പൊ ഇതിന് ഏകദേശം 500ഓളം എപ്പിസോഡുകൾ വേണം. നമുക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്ന തൊട്ട് അതൊരു വിവാഹപ്രായമെത്തി അതൊരു വിവാഹത്തിലേക്ക് കടക്കുകയും ആ വിവാഹം മുന്നോട്ട് പോകുമ്പോൾ അതിന് ഒത്തിരി കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അത് മനഃശാസ്ത്രപരമായ വിവരങ്ങളാണ് തരുന്നത്. നമ്മളുടെ മതപരമായ വിവരങ്ങൾ എല്ലാവർക്കും അറിയാം, പക്ഷെ അത് കൂടാതെ മനഃശാസ്ത്രപരമായ വിവരങ്ങളാണ് വരുന്നത്. ഇപ്പം ഞാൻ ആദ്യം ഈ സ്ത്രീയും പുരുഷനും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളിൽ ചിലതൊക്കെ നമുക്ക് സൂചിപ്പിക്കാം, ഓരോ എപ്പിസോഡിൽ അങ്ങനെ സൂചിപ്പിക്കാം. അങ്ങനെ അതോളം സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളെ തമ്മിൽ 2500ഓളം വ്യത്യാസങ്ങളുണ്ട് സ്ത്രീയും പുരുഷനും തമ്മിൽ. അപ്പോൾ അതിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഇന്ന് നമ്മളൊരു ശാരീരികമായ ഒരു കുട്ടിയുടെ ജനനത്തോടൊപ്പം നടക്കുന്ന ശാരീരിക വ്യത്യാസങ്ങളെക്കുറിച്ച് പറയാം. അപ്പോൾ ഇത് പൂർണ്ണമായി ഈ തുടക്കം മുതൽ ഇവൻ ഞാൻ പറയുന്ന ഏകദേശം ഒരു 100ഓളം എപ്പിസോഡ് മുടങ്ങാതെ കാണണം. പക്ഷേ എന്നാലും 500ഓളം എപ്പിസോഡ് ഉണ്ടാവും. നമുക്ക് പടച്ചവൻ വേണ്ടി വെക്കുകയാണെങ്കിൽ തരികയാണെങ്കിൽ നമുക്ക് 500ഓളം എപ്പിസോഡ് ഉണ്ടാവും. അതിൻ്റെ ആദ്യത്തെ തുടക്കം ഒരു കുഞ്ഞ് ജനിക്കുന്ന തൊട്ട് നമുക്ക് തുടങ്ങാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കുഞ്ഞുങ്ങളുടെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. എന്നാലും ഒരു ആൺകുഞ്ഞ് ജനിച്ചാൽ ആൺകുഞ്ഞും പെൺകുഞ്ഞും തമ്മിൽ ഭാരത്തിന് വ്യത്യാസമുണ്ട്. അപ്പോൾ അതായത് 3300 ശരാശരി 3300 ഗ്രാമാണ് ഒരു കുട്ടിക്ക് ഉണ്ടായിരിക്കേണ്ട അല്ല ഒരു ആവറേജ് തൂക്കം. പെൺകുട്ടിയാണെങ്കിൽ അത് 3200 മതി. അപ്പോൾ 200 അതിൻ്റെ ആവറേജ് വ്യത്യാസം. അതിൽ കൂടുതൽ വരാറില്ല. പിന്നെ ഉയരം എടുത്താൽ ഒരു ആവറേജ് ഉയരം എന്ന് പറയുന്നത് 165 ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 152 വരത്തുള്ളൂ. 152 സ്ത്രീ പുരുഷൻ നമ്മളെ വ്യത്യാസം എടുത്താൽ ശരാശരി ഹൈറ്റ്. പിന്നീട് ഈ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും ശക്തമായ ഒരു മാംസപേശിയാണുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ പക്ഷേ സ്ത്രീക്കാണെങ്കിൽ മാർദ്ദവമായ ത്വക്കാണ്. ഇതൊക്കെ ശാസ്ത്രീയതയാണ് ഈ പറയുന്നത്. പിന്നീട് ഈ ഞാൻ പറഞ്ഞില്ലേ, സ്ത്രീയുടെ ശരീരത്തിന് മിനുസപ്പെട്ട ത്വക്കാണുള്ളത്. കായിക ശേഷി എടുത്താൽ കായിക ശേഷിയിൽ എപ്പോഴും പുരുഷനാനുമില്ല. കായിക ശേഷിയിൽ കായിക ശേഷിയിൽ പുരുഷൻ്റെ 47% കായിക ശേഷിയേ ഉള്ളൂ എന്നാണ് അറിയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഭക്ഷണം കൂടുതൽ കഴിക്കുന്ന ആരാ? പുരുഷനാണ്. ഇപ്പം ഞാൻ പറഞ്ഞ കലോറിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 3200 കലോറി വേണം ഒരു വലിയൊരു ഭാരം ചുമക്കി അല്ലെങ്കിൽ ഭാരത്തോടെ പണിയെടുക്കുന്ന ആളിന്. പക്ഷേ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഗർഭിണിയായിരിക്കുമ്പോൾ 2800 കലോറി മതിയെന്നാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീയും പുരുഷനും അത്ര വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ രക്തത്തിൻ്റെ ഓട്ടത്തിൽ രക്തചംക്രമണം എന്ന് പറയും, അതിൽ സ്പീഡ് കൂടുതൽ പുരുഷനാണ് സ്ത്രീ കൂടുതലുള്ളത്. മസ്തിഷ്കം എന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറ് സ്ത്രീയുടെ തലച്ചോറ് അല്പം കുറവാണ്. 15% പുരുഷനേക്കാൾ കുറവാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ബുദ്ധിപരമായ കുറവൊന്നുമില്ല, പക്ഷേ എങ്കിലും അതിന് കുറവായിട്ടാണ് കാണുന്നത്. അതെ, തൂക്കത്തിലല്ല, അതിൻ്റെ അളവിൽ മാസ് എന്ന് പറയുന്നതാണ് കുറവായിട്ട് കാണുന്നത്.
അതുപോലെ തന്നെ സ്ത്രീകളുടെ കായികമായ പ്രവൃത്തികൾ, ഇപ്പോൾ കളികളെടുത്താൽ സ്ത്രീകൾക്കുള്ള കളികൾ വേറെ, പുരുഷനുള്ള കളികൾ എടുക്കുന്നതിനും മറ്റുള്ള കായിക അധ്വാനത്തിലും എല്ലാം സ്ത്രീയിൽ ഈ ശാരീരിക അധ്വാനം വരുമ്പോൾ അവർ കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ സ്ത്രീയും പുരുഷനും എല്ലാം തുല്യമാണ് എന്ന് പറയുന്നിടത്തും ചില കാര്യങ്ങളിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യസ്തതയുണ്ട്. അത് നമ്മൾ നമ്മുടെ ഏത് വിവാഹ ജീവിതത്തിലും ഒക്കെ കണക്കിലെടുക്കേണ്ടത്. ഇത് ഞാനിപ്പോൾ ശാരീരിക വ്യത്യാസമാണ് പറഞ്ഞത്. മാനസിക വ്യത്യാസങ്ങളെക്കുറിച്ച് ഒത്തിരിയുണ്ട്. അങ്ങനെ ഒരുപാട് ചിന്താ വ്യത്യാസങ്ങളെക്കുറിച്ചുണ്ട്. ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്കതൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തുടങ്ങാം. ശരി, അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യം ഇൻഷാ അല്ലാഹ് വലിയ ഉപകാരം. ഇത്രയും വ്യത്യാസങ്ങളെങ്കിലും നമുക്കൊരു സാധാരണ ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട പരമാവധി ഏറ്റവും കുറഞ്ഞ അറിവുകളാണ് നമുക്ക് ചെറിയ വീഡിയോ നമുക്ക് കിട്ടിയത്. അൽഹംദുലില്ലാഹ്, ഇനി വിശാലമായ അറിവിലേക്ക് നമുക്ക് കടക്കാറുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.